റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി കാഞ്ഞാണി പൂവത്തൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. അമൃത കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടാൻ കുഴിയെടുക്കുന്നത് അശാസ്ത്രീയമെന്ന് ആക്ഷേപം. ജില്ലയിൽ ചൂട് കൂടുന്നു. ഈ മാസം 26 വരെ 3 ഡിഗ്രി താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. എരുമപ്പെട്ടി തയ്യൂർ റോഡിൽ കുന്നിടിച്ചു നടത്തിയ മണ്ണെടുപ്പ് അനധികൃതമെന്ന പരാതി. റവന്യൂ ജിയോളജി വകുപ്പുകളുടെ അനുമതിയില്ലാതെ മണ്ണെടുത്തത് 5 ഏക്കറിലധികം സ്ഥലത്ത്. പറപ്പൂർ മേഖലയിലെ കൃഷിക്ക് ആവശ്യമായ ജലസേചനം നിർവഹിക്കുന്ന തോളൂർച്ചിറ സ്ലൂയിസും പാലവും ശോചനീയാവസ്ഥയിൽ. അടിയന്തര സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കർഷകർ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഏനാമാവ് പള്ളിനടയിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച കുഴിയിൽ ലോറി താഴ്ന്ന 3 മണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായതിനെ തുടർന്ന് കാഞ്ഞാണി പൂവത്തൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ലോറി നടുറോഡിൽ താഴ്ന്നത്. ഏനാമാവ് പള്ളിനട ബസ് സ്റ്റോപ്പിന് സമീപം ലോറിയുടെ പുറകിലെ ടയർ പൂർണ്ണമായും കുഴിയിൽ താഴ്ന്നു. ഇതോടെ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ മറ്റൊരു വാഹനവും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലായി. ബസ് ഗതാഗതം നിലച്ചതോടെ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും തൊഴിലാളികളും അടക്കമുള്ളവർ ലക്ഷ്യസ്ഥാനത്തെത്താനാകാതെ ദുരിതത്തിലായി. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ക്രെയിൻ കൊണ്ടുവന്നാണ് ലോറി റോഡിൽ നിന്നും മാറ്റിയത്. പാവറട്ടി എസ് ഐ അബു താഹിറിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയാണ് വാഹനങ്ങൾ നിയന്ത്രിച്ചത്. ഗുരുവായൂർ അമൃതം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് ഈ മേഖലയിൽ വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച മറ്റൊരു ലോറിയും ഞായറാഴ്ച ഒരു സ്വകാര്യ ബസ്സും ഇവിടെ താഴ്ന്നിരുന്നു. അതിനു മുൻപ് 2 തവണ ലോറികളും താഴ്ന്നിരുന്നു. തുടർച്ചയായി ഈ റൂട്ടിൽ വാഹനങ്ങൾ റോഡിൽ താഴ്ന്ന് അപകടമുണ്ടാകുന്നതിലും ഗതാഗതം തടസ്സപ്പെടുന്നതിലും നാട്ടുകാർ ക്ഷുഭിതരാണ്. 2 മാസത്തോളമായി തുടരുന്ന കാനക്കോരലും പൈപ്പിടലും മൂലം യാത്രക്കാരും പരിസരവാസികളും രൂക്ഷമായ പൊടിശല്യവും അനുഭവിക്കുന്നുണ്ട്. TCV പാവറട്ടി. ജില്ലയിൽ ചൂട് കൂടുന്നു. 36 ഡിഗ്രിയാണ് വെള്ളിയാഴ്ച ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ഉച്ചസമയത്ത് നേരിട്ട് ഏറെ നേരം വെയിലേൽക്കരുത് എന്നാണ് നിർദ്ദേശം. 4 ദിവസം മുൻപ് 38 ഡിഗ്രിയാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയിരുന്നത്. 2 ഡിഗ്രി കുറഞ്ഞെങ്കിലും അസ്വസ്ഥതയുളവാക്കുന്ന ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുകയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു. അന്തരീക്ഷത്തിലെ പ്രത്യേകത മൂലമാണിത്. വേനൽമഴ ലഭിക്കാത്തത് ചൂടിന്റെ കാഠിന്യം കൂട്ടുകയാണ്. തൃശൂർ അടക്കമുള്ള ഏതാനും ജില്ലകളിൽ ഞായറാഴ്ച വരെ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തൃശൂർ, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ശരാശരിയിൽ നിന്നും 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ചൂടിനെതിരെ കരുതൽ വേണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. എരുമപ്പെട്ടി തയ്യൂർ റോഡിൽ കുന്നിടിച്ച് നടത്തിയ മണ്ണെടുപ്പ് അനധികൃതമെന്ന പരാതി. എരുമപ്പെട്ടി BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് തയ്യൂർ റോഡിന് സമീപമാണ് ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്ത് വൻതോതിൽ മണ്ണെടുപ്പ് നടത്തിയിട്ടുള്ളത്. റവന്യൂ ജിയോളജി വകുപ്പുകളുടെ അനുമതിയില്ലാതെയാണ് ഏകദേശം 5 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് കുന്നിടിച്ച മണ്ണെടുത്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപയുടെ മണ്ണ് വിൽപ്പന നടത്തിയതായും പറയുന്നു. അനധികൃതമായി മണ്ണെടുപ്പ് നടത്തിയ സ്ഥലത്ത് ഇപ്പോൾ ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നുണ്ട്. ഇതിനു പുറമെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. നിയമവിരുദ്ധമായ പ്രവർത്തനത്തിനെതിരെ ജില്ലാ കളക്ടർ, RDO, ജിയോളജിസ്റ്റ് എന്നിവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. പറപ്പൂർ മേഖലയിലെ കൃഷിക്ക് ആവശ്യമായ ജലസേചനം നിയന്ത്രിക്കുന്ന തോളൂർച്ചിറ സ്ലൂയിസും പാലവും ശോചനീയാവസ്ഥയിൽ. 10ഓളം കുടുംബങ്ങൾ കാൽനട യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഈ പാലം. സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടങ്ങുന്ന നിർധന കുടുംബങ്ങളുടെ ഏക സഞ്ചാര മാർഗമാണിത്. വേനൽക്കാലത്ത് വെള്ളം സംഭരിച്ചു നിർത്താനും വർഷക്കാലത്ത് അധിക ജലം ഒഴുക്കിവിടാനും ഉപകരിച്ചിരുന്ന തോളൂർച്ചിറയിലെ സ്ലൂയിസുകൾ അടച്ചു സൂക്ഷിക്കുന്ന പലകകൾ എല്ലാം കാലപ്പഴക്കത്താൽ ദ്രവിച്ചു കഴിഞ്ഞു. പലതവണ ബന്ധപ്പെട്ട അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പൊതുപ്രവർത്തകനായ PO സെബാസ്റ്റ്യൻ പറയുന്നു. 4 പഞ്ചായത്തുകളിലെ അധിക വെള്ളം ഒഴുക്കിക്കളയുന്നതിന്, അതുപോലെ തന്നെ വേനൽക്കാലത്ത് ആ വെള്ളം സംഭരിച്ച് കൃഷിയും മറ്റു ഉപയോഗങ്ങൾക്കും സാധിക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കും. ഗവൺമെൻറ് എത്രയോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഭാഗത്തെ ജനങ്ങൾക്ക് ജീവന് തന്നെ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്നു കിടക്കുന്ന അന്നകര തോട്ടിൽ നിന്ന് ഉയർന്ന ഭാഗമായ ചിറക്കൽ ക്ഷേത്രത്തിന്റെ മുൻവശത്തേക്കുള്ള തോട്ടിലേക്ക് വെള്ളം എത്തിയാൽ മാത്രമേ എളവള്ളി, മുല്ലശ്ശേരി, കണ്ടാണശ്ശേരി, തോളൂർ പഞ്ചായത്തുകളിലെ 850 ഏക്കർ കൃഷിയിടങ്ങളിലേക്കും വിവിധ ശുദ്ധജല പദ്ധതികളിലേക്കും ആവശ്യത്തിന് ജലം ലഭ്യമാക്കാൻ കഴിയൂ. ഇതിന് സ്ലൂയിസുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. തോളൂർച്ചിറയുടെ ഷട്ടറുകൾ നവീകരിക്കുകയും തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുകയും വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV പാവറട്ടി. അനധികൃതമായ കരിങ്കല്ലും മണ്ണും കയറ്റി വന്നിരുന്ന 3 വാഹനങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. കടങ്ങോട് ക്വാറികളിൽ നിന്ന് കരിങ്കല്ല് കയറ്റി വന്നിരുന്ന 2 ലോറിയും
തളി പ്രദേശത്ത് നിന്ന് മണ്ണെടുത്തു വന്നിരുന്ന ലോറിയുമാണ് എരുമപ്പെട്ടി സ്റ്റേഷൻ ഓഫീസർ വിപിൻ ഗോപിനാഥ്, SI റിൻസൺ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. തുടർ നടപടികൾക്കായി വാഹനങ്ങൾ ജിയോളജി വകുപ്പിന് കൈമാറി. പാലപ്പെട്ടിയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ശ്രാവണാണ് മരിച്ചത്. ദേശീയപാത ടിപ്പു സുൽത്താൻ റോഡിൽ പാലപ്പെട്ടി കാപ്പിരിക്കാട് സെന്ററിൽ പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. എറവ് കരുവാൻ വളവിന് സമീപം കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. പരക്കാട് പേനിക്കാട്ടിൽ വീട്ടിൽ അഖിലയ്ക്കും ഭർത്താവ് രാകേഷിനുമാണ് പരിക്കേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാടാനപ്പള്ളിയിൽ നിന്നും തൃശൂരിലേക്ക് പോയിരുന്ന ഇന്നോവ കാറുമായി ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. എരുമപ്പെട്ടി കരിയന്നൂരിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കടങ്ങോട് ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടികളൊന്നും എടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലേക്കാണ് പദ്ധതി വഴി ശുദ്ധജലം നൽകുന്നത്. എന്നാൽ പൈപ്പുകൾ പൊട്ടുന്നത് പതിവായിട്ടും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. താൻ MP ആയിരുന്ന കഴിഞ്ഞ 10 വർഷത്തിൽ 2200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളതെന്ന് PK ബിജു പറഞ്ഞു. വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കീമോ ഡേ കെയർ സെന്റർ ഉൾപ്പെടെ 88.58 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. 5 വർഷത്തിനിടെ 25 കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന വിശ്വാസമുണ്ടെന്നും ജനങ്ങളാണ് അന്തിമവിധി നടപ്പിലാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കോലഴി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ഭരണകക്ഷിയായ കോൺഗ്രസിന് നഷ്ടമായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി CPM അംഗം സുനിത വിജയഭാരത് തിരഞ്ഞെടുക്കപ്പെട്ടു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന ജെസ്സി ലോനപ്പൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജെസ്സി വിൽസനെ അധ്യക്ഷയാക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിച്ചിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 10:30 സമയം നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ 2 പേരും എത്തിയിരുന്നില്ല. CPM അംഗം സുനിത പത്രിക നൽകുകയും ചെയ്തു. ഒരു പത്രിക മാത്രം ലഭിച്ച സാഹചര്യത്തിൽ സുനിത വിജയഭാരത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി പ്രഖ്യാപിക്കുകയായിരുന്നു. 63-ാം വയസ്സിലും വിദേശ വനിത ജിയോവാന സുമോ നങ്ങ്യാർകൂത്ത് വേദിയിൽ തിളങ്ങുന്നു. കലാമണ്ഡലം കൂത്തമ്പലത്തിലാണ് ഇറ്റലി സ്വദേശിനി ജിയോവാനയുടെ പൂതനാമോക്ഷം നങ്ങ്യാർകൂത്ത് അവതരണം നടന്നത്. ജിയോവാന സുമോ ഇറ്റാലിയൻ ഡാൻസ് കമ്പനിയുടെ അന്താരാഷ്ട്ര നൃത്ത പര്യടനത്തിന്റെ ഭാഗമായാണ് 1980-ൽ ഇന്ത്യയിലെത്തിയത്. തുടർന്ന് വർഷങ്ങൾക്ക് മുൻപാണ് തന്റെ കലാപഠനം എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കേരള കലാമണ്ഡലത്തിൽ പഠിക്കാനെത്തിയത്. കൂത്തമ്പലത്തിൽ നടന്ന അവതരണത്തിൽ കലാമണ്ഡലം സജിത്ത്, കലാമണ്ഡലം രാഹുൽ, കലാമണ്ഡലം നിഖിൽ ബാലകൃഷ്ണൻ, അശ്വതി ലാല, കല്യാണി എന്നിവരും പിന്നണിയിൽ ഉണ്ടായിരുന്നു. കുന്നംകുളം നഗരസഭയിൽ ഒഴിവ് വന്ന സ്ഥിരം സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം 29-ന്. പൊതുമരാമത്തിൽ 2-ഉം വികസന സമിതിയിൽ 1 ഒഴിവുമാണുള്ളത്. 29-ന് രാവിലെ 11:30 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. വിമത കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറിയാണ് സ്ഥിരം സമിതികളിൽ 3 പേർ രാജിവെക്കാൻ കാരണമായത്. ബസ് സ്റ്റാൻഡ്, തുറക്കുളം മാർക്കറ്റ് ഉൾപ്പെടെ നിരവധി പദ്ധതികൾ പ്രാവർത്തികമാക്കാനുള്ള ഭരണസമിതിക്ക് പൊതുമരാമത്ത് കമ്മിറ്റിയും ഭൂരിപക്ഷം നേടേണ്ടതുണ്ട്. 29-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വീണ്ടും രാഷ്ട്രീയ നാടകങ്ങൾക്ക് വഴിവെക്കും എന്നാണ് കരുതുന്നത്. ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തെ ഇതര പഞ്ചായത്തുകൾക്ക് മാതൃകയാണ് കൊടകര. അനുദിനം രൂക്ഷമാകുന്ന ജലക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് കൊടകര പഞ്ചായത്ത്. പഴയ തലമുറയുടെ അമൂല്യ സംഭാവനകളായ കുളങ്ങളും ചിറകളും നവീകരിച്ച് സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ 100 കുളങ്ങൾ കൂടി നിർമ്മിച്ചുകൊണ്ടാണ് ജലസംരക്ഷണ രംഗത്ത് കൊടകര പുത്തൻ മാതൃക തീർക്കുന്നത്. പഞ്ചായത്തിലെ ഒട്ടുമിക്ക പൊതുകുളങ്ങളും ചിറകളുമെല്ലാം ഇതിനോടകം തന്നെ നവീകരിച്ചു കഴിഞ്ഞു. കണ്ടംകുളങ്ങര, കാവനാട് ചിറ, ചീക്കാമുണ്ടിക്കുളം തുടങ്ങിയവയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ KLDCയുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ ചെറുവത്തൂർ ചിറ നബാർഡിന്റെ സഹായത്തോടെ 1.25 കോടി രൂപ ചെലവഴിച്ചാണ് കഴിഞ്ഞ വർഷം നവീകരിച്ചത്. 2 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ ചിറ പുനരുദ്ധരിച്ചതോടെ വേനൽക്കാലത്ത് മേഖലയെ ജലസമൃദ്ധമാക്കി നിലനിർത്താൻ കഴിഞ്ഞു. പഞ്ചായത്തിലെ അന്നാം ചിറ, കാരൂർ ചിറ എന്നിവയും നവീകരണം പൂർത്തിയാക്കിയ കുളങ്ങളുടെ പട്ടികയിൽപ്പെടുന്നു. കാവനാട് ചിറ, തേശ്ശേരി, ചീക്കാമുണ്ടിക്കുളം എന്നിവയുടെ സംരക്ഷണത്തിന് 1,17,00,000 രൂപയാണ് നബാർഡ് അനുവദിച്ചത്. നാശോന്മുഖമായ ജലസ്രോതസ്സുകളുടെ നവീകരണത്തിനൊപ്പം പുതിയ 100 കുളങ്ങളാണ് പഞ്ചായത്തിൽ നിർമ്മിക്കുന്നത്.
ജലലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും കൂടി ലക്ഷ്യമിട്ടാണ് പഞ്ചായത്തിലെ 19 വാർഡുകളിലും കുളങ്ങൾ നിർമ്മിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്നാണ് 100 കുളങ്ങൾ നിർമ്മിക്കുന്ന പ്രവൃത്തികൾ നടപ്പാക്കി വരുന്നത്. സ്വകാര്യ വ്യക്തികൾ ലഭ്യമാക്കുന്ന ഭൂമിയുടെ വിസ്തൃതിക്ക് ആനുപാതികമായാണ് കുളത്തിന്റെ നിർമ്മാണം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി 10ഓളം കുളങ്ങൾ ഇങ്ങനെ വിവിധ വാർഡുകളിലായി കുഴിച്ചു കഴിഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ബാക്കിയുള്ള കുളങ്ങളുടെ പണികൾ നടത്തിവരുന്നത്. ശരാശരി 2 ലക്ഷം രൂപയാണ് ഓരോ കുളത്തിനും ചെലവഴിക്കുന്നത്. കാലവർഷം തുടങ്ങുന്നതിന് മുൻപേ കഴിയുന്നത്ര കുളങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുള്ള തിരക്കിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. 100 കുളം പദ്ധതിയിൽ നിർമ്മിക്കപ്പെടുന്ന കുളങ്ങളുടെ ബണ്ടിടിച്ചിൽ തടയാനും മണ്ണ് സംരക്ഷണത്തിനുമായി കയർ ഭൂവസ്ത്രം വിരിക്കുന്ന പണികളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. TCV ന്യൂസ്, കൊടകര. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. കാടുമൂടിയ ജലാശയങ്ങൾക്ക് പുതുജീവൻ നൽകി സമൂഹത്തിന് മാതൃകയാകുകയാണ് ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ്. ചന്ദ്രാപ്പനി ഈസ്റ്റിലെ 20 ഏക്കറിലധികം വരുന്ന ഭൂമിയിലാണ് ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നത്. 4 വർഷം മുൻപ് കൈമാറി കിട്ടിയ ഭൂമിയിൽ പലയിടത്തായി നിരവധി കൈത്തോടുകളും ചെറിയ കുളങ്ങളും ഉണ്ടായിരുന്നു. ഇവയെ പരസ്പരം കൂട്ടിച്ചേർത്ത് ഒറ്റ ജലാശയമാക്കിയാൽ ഏത് കൊടുംവേനലിലും വെള്ളത്തെ പിടിച്ചു നിർത്താം എന്ന ആശയത്തിൽ നിന്നാണ് തുടക്കം. ഇതിനായി ഏറ്റവും കൂടുതൽ ജലധാരകളുള്ള 15 ഏക്കർ സ്ഥലം തെരഞ്ഞെടുത്തു. 3 കുളങ്ങളും 5 തോടുകളുമടക്കം 8 ജലാശയങ്ങളാണ് നിർമ്മിച്ചത്. ആദ്യം 3 കുളങ്ങളുടെ ആഴവും വിസ്താരവും കൂട്ടി. ശേഷം 500 മീറ്ററോളം നീളത്തിലും 20 അടി വീതിയിലും തോടുകൾ വെട്ടി. 3 ആൾ ഉയരമുള്ള തോടുകളും കുളങ്ങളും പരസ്പരം ബന്ധിപ്പിച്ചു. കര ഇടിയാതിരിക്കാൻ തോടുകൾക്കും കുളങ്ങൾക്കും കയർ ഭൂവസ്ത്രങ്ങളിട്ടു. വേനൽ കടുത്തതോടെ സമീപ പ്രദേശങ്ങളിലെല്ലാം ജലനിരപ്പ് താഴ്ന്നപ്പോഴും ഈ ഭാഗത്ത് തോടുകളിൽ മാത്രം അരയാൾ പൊക്കത്തിൽ ജലം സമൃദ്ധമായാണ്. മഴക്കാലത്ത് പറമ്പിന് പുറത്തുനിന്നുള്ള വെള്ളം കയറുന്നതിനാൽ ഇവിടത്തെ ജലത്തിന് നേരിയ ഉപ്പുരസമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ ചുറ്റുമതിൽ കെട്ടേണ്ടി വരും. കൂടാതെ ഓരുരുചി മാറ്റി വെള്ളം കുടിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും ഉപയുക്തമാക്കാൻ ജലശുദ്ധീകരണ കമ്പനികളെ സമീപിച്ചിട്ടുണ്ടെന്ന് ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ പറഞ്ഞു. ഒരു വേനലിലും പറ്റിപ്പോകാത്ത രീതിയിലാണ് ഇതിനെല്ലാം ഈ കുളങ്ങളും തോടുകളും ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ വെള്ളം ഇപ്പോൾ കുടിക്കാവുന്ന രീതിയിലുള്ള വെള്ളമായി മാറിയിട്ടില്ല. നമ്മൾ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ വെള്ളത്തിലെല്ലാം ട്രീറ്റ് ചെയ്തുകൊണ്ട് കുടിക്കാവുന്ന വെള്ളമാക്കി മാറ്റുമ്പോൾ നമുക്ക് മില്യൺസ് ഓഫ് വാട്ടർ, ഫ്രഷ് വാട്ടർ നമുക്കിവിടെ ലഭ്യത ഉണ്ടാകും. തോടുകൾക്കും കുളങ്ങൾക്കുമിടയിൽ വലകൾ സ്ഥാപിച്ച് മത്സ്യകൃഷി നടക്കുന്നുണ്ട്. കഴിഞ്ഞുകുറി 50,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും മഹാപ്രളയത്തിൽ പകുതിയിലധികം നഷ്ടപ്പെട്ടു. എങ്കിലും ആദ്യം നടത്തിയ മത്സ്യക്കൊയ്ത്ത് ലാഭകരമായിരുന്നു. സമീപ വർഷങ്ങളിൽ ആൽഫ സംരംഭങ്ങളെ പൂർണ്ണമായി ഇവിടേക്ക് മാറ്റും. അതോടൊപ്പം നെല്ല്, പച്ചക്കറി, മത്സ്യകൃഷികൾ, കാലി വളർത്തൽ തുടങ്ങിയ പദ്ധതികളിലൂടെ പ്രദേശം ഒരു സ്വയം പര്യാപ്ത ഗ്രാമമായി മാറ്റാനാണ് ഉദ്ദേശം. TCV ന്യൂസ്, കയ്പമംഗലം. കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ ദാഹജലവുമായി CP ട്രസ്റ്റ് 8ാം വർഷവും രംഗത്ത്. ജില്ലയ്ക്കകത്തും പുറത്തുമായി അനേകം സ്ഥലങ്ങളിലേക്കാണ് ട്രസ്റ്റ് കുടിവെള്ളം എത്തിക്കുന്നത്. വെള്ളം നിറച്ച വലിയ ടാങ്കുകളുമായി ലോറിയിലെത്തിയാണ് ട്രസ്റ്റിന്റെ പ്രവർത്തകർ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. തൃശൂർ ജില്ലയിൽ മാത്രം 14 പഞ്ചായത്തുകളിൽ ട്രസ്റ്റ് കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. ജില്ലയ്ക്ക് പുറത്താണെങ്കിൽ അതാത് പഞ്ചായത്തിന്റെ കൂടി സഹകരണത്തോടെയാണ് കുടിവെള്ളം എത്തിക്കുന്നത്. ഇതിന്റെ മുഴുവൻ ചെലവും ട്രസ്റ്റ് വഹിക്കും. ചൂടും കൂടുതലാണ്, അതുപോലെ തന്നെ കനത്ത ശുദ്ധജലക്ഷാമമാണ് പലയിടങ്ങളിലുമുള്ളത്. ഒരുപാട് വിളികൾ വരുന്നുണ്ട് ജില്ലയുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട്. അതുപ്രകാരം എല്ലാ സ്ഥലങ്ങളിലേക്കും എവിടെയൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം എത്തിക്കാനാണ് ഞങ്ങൾക്ക് എന്നുള്ള നിർദ്ദേശം. വലപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CP മുഹമ്മദ് സ്മാരക ട്രസ്റ്റാണ് CP ട്രസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. CP സാലിഹാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സ്വന്തം വേദന മറന്ന പ്രിയ അച്ചു പാടുകയാണ്. വേദനിക്കുന്ന മറ്റുള്ളവർക്ക് സാന്ത്വനമേകാൻ.
2 വൃക്കകളും തകരാറിലായ എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം സ്വദേശിനി ജസ്നയുടെ ചികിത്സാ സഹായത്തിനായി പിന്നണി ഗായികയായ പ്രിയ അച്ചുവിന്റെ നേതൃത്വത്തിൽ 12 മണിക്കൂർ തുടർച്ചയായുള്ള ഗാനമേള അരങ്ങേറി. പ്രിയയ്ക്കിത് പുത്തരിയല്ല. ആയിരക്കണക്കിന് വേദികളിൽ ഈ യുവതി പാട്ടുപാടി ധനസഹായം സമാഹരിച്ചിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിനിയായ പ്രിയ അച്ചു എറണാകുളത്താണ് താമസം. 3 വർഷമായി നിർധന രോഗികളുടെ ചികിത്സയ്ക്ക് സഹായം കണ്ടെത്തുന്നതിനായി പ്രിയ ഗാനമേള നടത്തിവരുന്നു. തലച്ചോറിലെ മുഴയ്ക്ക് ചികിത്സ തേടി വരുന്ന പ്രിയ സ്വന്തം രോഗം കണക്കാക്കാതെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പാടാനിറങ്ങുന്നത്. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടില്ലാത്ത പ്രിയ ചെറുപ്പം മുതൽക്കേ പാട്ടിന്റെ ലോകത്ത് സജീവമാണ്. രാക്ഷസ രാവണൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുള്ള ഈ ഗായിക 15ഓളം വീഡിയോ ആൽബങ്ങളിൽ പാടി അഭിനയിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച പ്രിയയുടെ ഗാനമേള പര്യടനം ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകരായ രാജേഷ് രാമൻ, ഷഹീൻ കെ മൊയ്തീൻ, ഷമീർ പതിയാശ്ശേരി, സൽമ സജിൻ എന്നിവർ നേതൃത്വം നൽകി. TCV കൊടുങ്ങല്ലൂർ. കുടുംബശ്രീയുടെ സംഘാടനത്തിൽ ദേശീയ സരസ് മേളയ്ക്ക് കുന്നംകുളത്ത് ഒരുക്കങ്ങൾ തുടങ്ങി. ഈ മാസം 28 മുതൽ ഏപ്രിൽ 7 വരെയുള്ള 11 ദിവസങ്ങളായി കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിലാണ് മേള നടക്കുക. ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാരായ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി സാധ്യത ഉറപ്പുവരുത്തുക, ഇടനിലക്കാരില്ലാതെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായകമൊരുക്കുക എന്നിവയാണ് മേളയുടെ ലക്ഷ്യങ്ങൾ. ആകെ 250 സ്റ്റാളുകളുണ്ടാകും. ഇതിൽ 100 സ്റ്റാളുകൾ വിവിധ സംസ്ഥാനങ്ങളിലെ സംരംഭകർക്കാണ്. ഗ്രാമീണ കരകൗശല ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ഗാർഹിക ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ എന്നിങ്ങനെ 100 കണക്കിന് ഉൽപ്പന്നങ്ങളും 1000-ൽ പരം സംരംഭകരും മേളയുടെ ഭാഗമായി കുന്നംകുളത്ത് സംഗമിക്കും. സരസ് മേളയുടെ മറ്റൊരു ആകർഷണം കഫേ കുടുംബശ്രീ ഇന്ത്യ ഫുഡ് കോർട്ട് എന്ന പേരിൽ ഒരുക്കുന്ന ദേശീയ ഭക്ഷ്യമേളയാണ്. കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ 19 സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 25 സ്റ്റാളുകൾ ഭക്ഷ്യവിഭവങ്ങൾക്ക് മാത്രമായി ഒരുക്കുന്നുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കേരള തനിമയാർന്ന ഭക്ഷണങ്ങളും ഇന്ത്യ ഫുഡ് കോർട്ടിന്റെ ഭാഗമാണ്. അട്ടപ്പാടിയിലേതുൾപ്പെടെയുള്ള ആദിവാസി സമൂഹമൊരുക്കുന്ന വനവിഭവങ്ങൾ, ട്രാൻസ്ജെൻഡർ സംരംഭകരുടെ സ്റ്റാളുകൾ തുടങ്ങിയവയും മേളയിലുണ്ടാകും. മേളയുടെ നടത്തിപ്പിനായി കുടുംബശ്രീ കൂട്ടായ്മയിൽ വ്യത്യസ്തങ്ങളായ പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കുന്നതായി ജില്ലാ പ്രോഗ്രാം മാനേജർ ആരതി അരവിന്ദ് പറഞ്ഞു. ചെറുവത്തൂർ മൈതാനത്താണ് 250 സ്റ്റാളുകളുള്ള, അതുപോലെ തന്നെ 15 സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്ഷ്യമേള അടങ്ങുന്ന സ്റ്റാളുകളുള്ള ഈ ഏറ്റവും വലിയ മേള ഒരുങ്ങുന്നത്. 11 ദിവസങ്ങളിലായാണ് സരസ് മേള നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മാർച്ച് 28 വരെ ഒരു കർട്ടൻ റേസർ എന്ന നിലയിൽ വിവിധ പ്രോഗ്രാമുകൾ കുടുംബശ്രീയും അതുപോലെ കുന്നംകുളം നഗരസഭയും അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 12 വരെ സെമിനാറുകൾ, വൈകിട്ട് 7 മുതൽ രാത്രി 9 വരെ പ്രമുഖർ പങ്കെടുക്കുന്ന കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും അരങ്ങേറുന്നുണ്ട്. TCV കുന്നംകുളം. പീച്ചി വലതുകര കനാൽ തുറന്നിട്ടും വിയൂർ കോലഴി മേഖലയിൽ വെള്ളം എത്തുന്നില്ലെന്ന പരാതി. പലയിടത്തും വെള്ളം ദുരുപയോഗം ചെയ്യുന്നത് മൂലമാണ് ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നത് എന്നാണ് ആക്ഷേപം. നേരത്തെ കനാൽ തുറന്നാൽ വിയൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ മേഖലയിൽ സമൃദ്ധമായി ജലം എത്താറുണ്ടായിരുന്നു. ഇപ്പോൾ അനാവശ്യമായ ജലം പാഴാക്കി കളയുകയാണ് എന്നാണ് പരാതി. 95-ാം വയസ്സിലും ജീവിതശൈലി രോഗങ്ങളെ പടിക്ക് പുറത്തു നിർത്തി നാട്ടറിവുകളുടെ കൈപുണ്യവുമായി ഒരു മുത്തശ്ശി. കോടശ്ശേരി നായരങ്ങാടി സ്വദേശിനി കുഞ്ഞാലമ്മയുടെ ജീവിതമാണ് നാട്ടുകാർക്ക് വിസ്മയമാകുന്നത്. കുഞ്ഞാലമ്മ വഴിയോരത്ത് കുനിഞ്ഞു നിൽക്കുന്നത് പ്രായത്തിന്റെ ആലസ്യത്തിലാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഏതെങ്കിലും പച്ചമരുന്ന് ചെടി നിൽപ്പുണ്ടോ എന്ന പരിശോധനയാണ് നടക്കുന്നത്. ആവശ്യമുള്ള ചെടിയെല്ലാം സഞ്ചിയിലാക്കി കയ്യും വീശിയുള്ള അവരുടെ സഞ്ചാരം നമ്മുടെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കും. 2019 95-ാം വയസ്സുകൊണ്ട് നേരിടുകയാണ് കോടശ്ശേരി പഞ്ചായത്തിലെ നായരങ്ങാടിക്കാരി ഏലിയാമ്മ എന്ന എലിസബത്ത്. ഒരു കാലത്ത് നാട്ടിലെ ഗൈനക്കോളജിസ്റ്റായിരുന്ന ഇവർക്ക് ഇതൊക്കെ എത്രയോ നിസ്സാരം. 150ഓളം പ്രസവം എടുത്തിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക്. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങളുടെയും പ്രസവത്തിന് നാട്ടറിവും കേട്ടറിവും കൈമുതലായുള്ള ഈ മുത്തശ്ശിയുടെ കൈപുണ്യം രക്ഷയായിട്ടുണ്ട്. ആരോടും കണക്കു പറഞ്ഞ പണം വാങ്ങാറില്ല. പലർക്കും സൗജന്യ സേവനമായിരുന്നു. നാടിനായി ഉഴിഞ്ഞുവെച്ച ജീവിതമാണ് ചേനത്ത് പറമ്പിൽ ജോസഫിന്റെ ഭാര്യ എലിസബത്തിന് കുഞ്ഞാലമ്മ എന്ന പേര് സമ്മാനിച്ചത്. 17 വർഷം മുൻപ് ഭർത്താവ് മരിച്ച ശേഷം നായരങ്ങാടിയിലെ ഓടിട്ട വീട്ടിൽ തനിച്ചുള്ള താമസം. തങ്ങളുടെ കൂടെ താമസിക്കാനുള്ള മക്കളുടെ ക്ഷണം സ്നേഹത്തോടെ നിരസിച്ചായിരുന്നു ഇത്രയും കാലത്തെ ജീവിതം. ഇപ്പോഴത്തെ പ്രധാന ജോലി കേശരക്ഷയ്ക്കുള്ള എണ്ണ തയ്യാറാക്കലാണ്. നാളികേരം ചിരകി പിഴിഞ്ഞെടുത്ത് 10 തരം നാടൻ മരുന്നുകളും ചേർത്ത് കാച്ചിയെടുക്കുന്ന തനി നാടൻ കേശഭൃംഗാദി തൈലത്തിന് ഇപ്പോഴും നാട്ടിൽ വൻ ഡിമാൻഡാണ്.
നാട്ടിലെ സ്ത്രീകൾക്ക് പ്രസവരക്ഷാർത്ഥം കുഞ്ഞാലമ്മ ഓതിക്കൊടുക്കുന്ന ഒരു പ്രത്യേക മെനുവുമുണ്ടായിരുന്നു. അതിലെ ഒരു ഐറ്റമാണ് ഇപ്പോൾ മാസത്തിലൊരിക്കൽ തയ്യാറാക്കുന്നത്. 3ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചതാണെങ്കിലും കണ്ണട വച്ചും അല്ലാതെയും മലയാളം നന്നായി വായിക്കും. താൻ ന്യൂ ജനറേഷന്റെ തെല്ലും പിന്നിലല്ല എന്ന് തെളിയിക്കുന്നതാണ് മൊബൈൽ ഫോണിലെ സംസാരം. നാട്ടുകാർക്ക് മുന്നിൽ അത്ഭുത പ്രതിഭയാകുന്ന മുത്തശ്ശിക്ക് എന്നും നിത്യയൗവനം തന്നെ. TCV ന്യൂസ്, ചാലക്കുടി. കലാഭവൻ മണിയുടെ പ്രതിമയിൽ നിന്നും വെള്ളം ഒലിച്ചിറങ്ങുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രോളർമാർ ഉത്സവമാക്കുന്നു. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് ചേനത്ത് നാട്ടിലെ കലാഗൃഹത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മണി പ്രതിമയിൽ നിന്നും ചുവന്ന നിറമുള്ള വെള്ളം പുറത്തു വന്നു തുടങ്ങിയത്. സഹോദരൻ ഡോക്ടർ RLV രാമകൃഷ്ണനാണ് ആദ്യം ഇത് കണ്ടത്. തുടർന്ന് പ്രതിമയുടെ ശില്പി ഡാവിഞ്ചി സുരേഷിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ഫൈബറിൽ നിർമ്മിതമായ പ്രതിമയുടെ അകം പൊള്ളയാണ്. പ്രളയകാലത്ത് മുങ്ങിപ്പോയ പ്രതിമയുടെ അകത്ത് തങ്ങി നിന്ന വെള്ളം നിറം മാറി പുറത്തേക്ക് വരുന്നതാണെന്നാണ് ശില്പി പറയുന്നത്. വിശ്വാസത്തിന്റെ ഒരു ചിന്താഗതിയിലേക്ക് പോകേണ്ട കാര്യമൊന്നും ഈ ഒരു ഇതിലില്ല, ഈ ഒരു പ്രതിമയുടെ കാര്യത്തിലില്ല. അതിന്റെ ഉള്ളു പൊള്ളയാണ്, ഫൈബറിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ കയറിയ വെള്ളം ചിലപ്പോൾ ഈ V ഷേപ്പിൽ കിടക്കുന്നത് കൊണ്ട് അതിന്റെ ഉള്ളിൽ കയറിയ വെള്ളം ചിലപ്പോൾ ഈ ചൂട് സമയത്ത് ചിലപ്പോൾ പുറത്തേക്ക് വന്നിരിക്കാം. എന്നാൽ അത്ഭുതം സംഭവിക്കുന്ന തരത്തിൽ ട്രോളർമാർ പ്രചരണം അഴിച്ചുവിടുകയാണ്. ജീവിതത്തിൽ ആരും വേദനകളെ ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ചെറിയ വേദനയിൽ പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ സാധിക്കുക കാതുകുത്തുമ്പോഴോ മൂക്കുകുത്തുമ്പോഴോ ആണ്. ഈ വേദനയെ ആഘോഷമാക്കുകയാണ് ചുങ്കത്ത് ജ്വല്ലറി. ഓരോ സ്ത്രീയുടെയും മുഖസൗന്ദര്യത്തിന് ഏറെ തിളക്കമേകുന്നതാണ് മൂക്കുത്തിയും സെക്കൻഡ് സ്റ്റഡുമെല്ലാം. മൂക്ക് കുത്തുന്നതിന്റെയും സെക്കൻഡ് സ്റ്റഡ് കുത്തുന്നതിന്റെയും കൊച്ചുവേദനയെ ആഘോഷമാക്കിക്കൊണ്ട് കമ്മൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് ചുങ്കത്ത് ജ്വല്ലറി ഒരുക്കുന്ന സെലിബ്രേറ്റ് ദ ഗോൾഡൻ പെയിൻ പുതുമയാർന്ന അനുഭവമാണ് സമ്മാനിക്കുക. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള ആയിരക്കണക്കിന് മോഡൽ കമ്മലുകളുമായി ഒരുക്കിയിരിക്കുന്ന കമ്മൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഈ മാസം 23, 24 തീയതികളിലാണ് തൃശൂർ ചുങ്കത്ത് ജ്വല്ലറിയിൽ സൗജന്യമായി മൂക്ക് കുത്തുന്നതിനും സെക്കൻഡ് സ്റ്റഡ് കുത്തുന്നതിനുമുള്ള സുവർണാവസരം ഒരുക്കിക്കൊണ്ടുള്ള സെലിബ്രേറ്റ് ദ ഗോൾഡൻ പെയിൻ. കൊച്ചുവേദനയെ വലിയ സന്തോഷമാക്കി മാറ്റുന്ന ഈ വ്യത്യസ്തമായ ആഘോഷം ഉപഭോക്താക്കൾക്ക് ഒരു നവ്യാനുഭവമായി മാറുമെന്ന് ഉറപ്പാണ്. ആഘോഷത്തിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും സെൽഫി കോൺടെസ്റ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഡയമണ്ട് നോസ്പിൻ സമ്മാനവുമുണ്ട്. ഇന്ത്യക്കകത്തും വിദേശം ശേഖരിച്ച വിവിധ ഇനം ഡിസൈനുകളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുടെ ശേഖരമാണ് MG റോഡിലുള്ള ചുങ്കത്ത് ജ്വല്ലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. കമ്മൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് സെലിബ്രേറ്റ് ദി ഗോൾഡൻ പെയിൻ, അതായത് ഷോറൂം സന്ദർശിക്കുന്ന എല്ലാവർക്കും സൗജന്യമായി, തികച്ചും സൗജന്യമായി മൂക്കുത്താനും സെക്കൻഡ് സ്റ്റഡ് അടിക്കാനുള്ള ഓഫർ ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 10 വരെ ഒരുക്കിയിരിക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ വ്യത്യസ്തങ്ങളായ മോഡൽ കമ്മലുകളുടെ അതിശയിപ്പിക്കുന്ന ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തെ അരാജകത്വത്തിലേക്ക് നയിക്കാനാണ് പിണറായി മോദിയും ശ്രമിക്കുന്നതെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDF മണലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ വെങ്കടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. UDF നിയോജക മണ്ഡലം കൺവീനർ സെബാസ്റ്റ്യൻ ചൂണ്ടൽ അധ്യക്ഷനായിരുന്നു. സ്ഥാനാർത്ഥി TN പ്രതാപൻ, UDF നേതാക്കളായ അസ്കർ അലി തങ്ങൾ, AT സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. ധായി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോക ജലദിനാചരണത്തിന്റെ ഭാഗമായി കണ്ടശാങ്കടവ് കനോലി കനാലിന്റെ തീരത്ത് ജലപ്രതിജ്ഞ പുതുക്കി. തൃശൂർ സത്സംഗ് സെക്രട്ടറി ജോജു തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ ആന്റോ തൊറേൻ അധ്യക്ഷത വഹിച്ചു. വിഷ്ണു സംവിധാനം ചെയ്ത 2 മിനിറ്റ് ദൈർഘ്യമുള്ള ജലസംരക്ഷണ ഷോർട്ട് ഫിലിമിന്റെ പ്രദർശന ഉദ്ഘാടനം സതീശൻ പോണല്ലൂർ നിർവഹിച്ചു. എഴുത്തുകാരൻ സന്തോഷ് ചിറ്റിലേടത്ത്, പഞ്ചായത്ത് അംഗം PT ജോൺസൺ, ട്രസ്റ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കരുതി വയ്ക്കാം ജീവന്റെ തുള്ളികൾ നാളേക്കായി എന്ന പ്രമേയത്തിൽ SKSSF 3 പീടിക മേഖലാ കമ്മിറ്റി ജലസംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. SYS കയ്പമംഗലം മേഖലാ സെക്രട്ടറി K അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. SKSSF മേഖലാ സെക്രട്ടറി അൻസിഫ് വാഫി ജലദിന സന്ദേശം നൽകി. ഷിഹാബുദ്ദീൻ മൗലവി, തൗഫീഖ് വാഫി, സലാം ചളിങ്ങാട് എന്നിവർ സംസാരിച്ചു. പാവറട്ടി വിശുദ്ധ ഔസേ പിതാവിന്റെ മാധ്യസ്ഥ തിരുനാളോടനുബന്ധിച്ചുള്ള പ്രമോ വീഡിയോ പുറത്തിറക്കി. 1 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ഹ്രസ്വ വീഡിയോ പ്രവാസികളായ മാത്യു പീറ്ററും ജിമ്മി എബ്രാഹും ചേർന്നാണ് നിർമ്മിച്ചത്. മുൻ വർഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ആശയവും അവതരണ ശൈലിയും കൊണ്ട് ഇതിനോടകം തന്നെ തിരുനാൾ പ്രമോ സമൂഹ മാധ്യമങ്ങളിലൂടെ വൻ തരംഗമായി മാറിയിരിക്കുകയാണ്. തുടർച്ചയായ 4ാം വർഷവും പ്രമോ വീഡിയോയുടെ ആശയം ഇടവകക്കാരൻ തന്നെയായ മാധ്യമപ്രവർത്തകൻ ജെബിൻ ജോസഫിന്റേതാണ്. ഇടവകാംഗങ്ങളായ ചാക്കോച്ചി സംവിധാനവും ഷെൽസൺ ജോൺസൺ ഛായാഗ്രഹണവും
റിൻഡോ അറയ്ക്കൽ കലാസംവിധാനവും ജോമോൻ ഫ്രാൻസിസ് ഏകോപനവും അരുൺ MC നിർമ്മാണ നിർവഹണവും നിർവഹിച്ചു. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തങ്കം ടീച്ചർ, മെൽബീന മാത്യൂസ്, ആഗ്നൽ ഷീജോ, ഹരിത ജെബിൻ, പ്രണവ് ജെബിൻ തുടങ്ങിയ അഭിനേതാക്കളും ഇടവകാംഗങ്ങൾ തന്നെയാണ്. തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ പ്രമോ വീഡിയോ പ്രകാശനം ചെയ്തു. സഹവികാരിമാരായ ഫാദർ സിജു പുളിക്കൻ, ഫാദർ നോബിൾ, ട്രസ്റ്റിമാരായ VO ജെയിംസ്, KJ വർഗീസ്, KJ വിൻസെന്റ്, AV സിജോ, പബ്ലിസിറ്റി അംഗം ജോഷി ഡി കൊള്ളന്നൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തീർത്ഥകേന്ദ്രം വെബ്സൈറ്റിലും ഫേസ്ബുക്ക് കൂട്ടായ്മകളായ പാവരട്ടി പാരിഷ് മൂവ്മെന്റ്, ഫ്ലവേഴ്സ് എന്നിവയിലും പ്രമോ വീഡിയോ ലഭ്യമാണ്. TCV പാവറട്ടി. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് കയ്പമംഗലം മണ്ഡലത്തിൽ പര്യടനം നടത്തി. തുറന്ന ജീപ്പിലാണ് വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുന്നത്. ET ടൈസൺ MLA, PK ചന്ദ്രശേഖരൻ, PV മോഹനൻ, PM അഹമ്മദ്, TP രഘുനാഥ് തുടങ്ങിയ LDF നേതാക്കൾ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയുടെ റൂബി ജൂബിലി സ്മാരകമായി കത്തീഡ്രൽ CLCയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു. ലോക CLC ദിനമായ ഞായറാഴ്ച കത്തീഡ്രലിൽ ഇതിന് തുടക്കം കുറിക്കും. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ, ജനറൽ കൺവീനർ പോൾ ജോസ് തളിയത്തിൽ എന്നിന്നും ഡയാലിസിസ് മെഷീനുള്ള തുക ഏറ്റുവാങ്ങും. ആശുപത്രിയിൽ ഇതിനുള്ള സജ്ജീകരണം ഒരുക്കുന്നതിനുള്ള ആദ്യ വിഹിതം പോൾ മാലയൂട്ടിൽ, AG പോൾ എന്നിവരിൽ നിന്നും ബിഷപ്പ് ഏറ്റുവാങ്ങും. നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ പൊളിച്ചെഴുതുന്ന കാദർ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. KPSTA വലപ്പാട് ഉപജില്ലാ യാത്രയപ്പ് സ്വീകരണ സമ്മേളനം വലപ്പാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഹബ്ബായി മാറിയ കേരളത്തെ രക്ഷിക്കാൻ അധ്യാപക സംഘടനയായ KPSTA മുന്നിട്ടിറങ്ങണമെന്നും VM സുധീരൻ അഭിപ്രായപ്പെട്ടു. ഉപജില്ലാ പ്രസിഡന്റ് VG സിന്ധു അധ്യക്ഷയായിരുന്നു. സംസ്ഥാന നേതാക്കളായ P ഹരിഗോവിന്ദൻ, VK അജിത് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി. PV സുധീർ കുമാർ, T ലത ഉൾപ്പെടെയുള്ള വിരമിക്കുന്ന അധ്യാപകർക്കും KPSTA സംസ്ഥാന സെക്രട്ടറിയായ ANG ജേക്കോ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും VM സുധീരൻ ഉപഹാരം സമ്മാനിച്ചു. ലോക ജലദിനാചരണത്തിന്റെ ഭാഗമായി പഞ്ചവടി കടൽ തീരത്തെ അറപ്പാത്തോട് സംരക്ഷണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കടപ്പുറത്തെ അധിക മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള അറപ്പാത്തോടുകളുടെ പാർശ്വഭിത്തികൾ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് സംരക്ഷിക്കണമെന്ന് ഗ്രീൻ ഹാബിറ്റാറ്റ് അധികൃതരോട് ആവശ്യപ്പെട്ടു. ഗ്രീൻ ഹാബിറ്റാറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ NJ ജെയിംസ് ജലസംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ സുജിത് സുന്ദരം അധ്യക്ഷനായി. സലീം I ഫോക്കസ്, TH ഇജാസ് എന്നിവർ സംസാരിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെയും പാവർട്ടി ക്രിക്കറ്റ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ പാവർട്ടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഏപ്രിൽ 2 മുതൽ 30 വരെയാണ് പരിശീലന ക്യാമ്പ്. സംസ്ഥാന സ്കൂൾ ക്രിക്കറ്റ് കോച്ചും പുരണാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമം സ്കൂൾ കായിക അധ്യാപകനുമായ AR സഞ്ജയ് ആണ് പരിശീലകൻ. PB ഷാജി, AR സഞ്ജയ്, ഷാനിൽ അഷ്റഫ്, മുഹമ്മദ് സൗഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെഗുവരയുടെ ചിത്രങ്ങൾ തൂക്കിയും ദേഹത്ത് പതിപ്പിച്ചും നടക്കുന്നവർ തന്നെ ചെഗുവരയുടെ വഴിയിലൂടെ യഥാർത്ഥമായി സഞ്ചരിക്കുന്നവരെ കൊന്നുകളയുകയാണെന്ന് എഴുത്തുകാരൻ P സുരേന്ദ്രൻ പറഞ്ഞു. വയനാട്ടിലെ കൈത്തിരിയിൽ ഭരണകൂടം നടത്തിയ മൃഗീയമായ കൊലപാതകത്തിൽ അപലപിച്ചുകൊണ്ട് കൂടിച്ചേരൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച പൗരാവകാശ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. TK വാസു അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ കുസുമൻ ജോസഫ്, രവീന്ദ്രൻ ചിയാരത്ത്, ഷൈന, ജയപ്രകാശ് ഒളരി, K ശിവരാമൻ, PJ മോൻസി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ചാലക്കുടി നിയമസഭാ മണ്ഡലങ്ങളിലെ സെക്ടർ ഓഫീസർമാർക്ക് പരിശീലനം നൽകി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ TV അനുപമ പരിശീലന ക്ലാസ് സന്ദർശിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകി. നോഡൽ ഓഫീസർ C ലതിക, മുകുന്ദപുരം തഹസിൽദാർ MH ഹരീഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പരിശീലന ചുമതലയുള്ള ഓഫീസർമാരായ K കൃഷ്ണകുമാർ, H അഹമ്മദ് നിസാർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ ചാലക്കുടിയിൽ റോഡ് ഷോ നടത്തി. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമുള്ള രാധാകൃഷ്ണന്റെ ആദ്യ സന്ദർശനമായിരുന്നു ഇത്. സൗത്ത് ജംഗ്ഷനിലെത്തിയ സ്ഥാനാർത്ഥിയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. മണ്ഡലം പ്രസിഡന്റ് KA സുരേഷ്, PS ശ്രീരാമൻ, KA ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലക്കുടി മണ്ഡലം സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് C ബാലചന്ദ്രൻ അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ മുഖ്യപ്രഭാഷണം നടത്തി. MLA റോജി M ജോൺ, ശൂരനാട് രാജശേഖരൻ, KT ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ.
അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ, GK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ നഗരത്തിൽ കാളയുടെ കുത്തേറ്റ വയോധികന് പരിക്കേറ്റു. തിരുവമ്പാടി ഗോവിന്ദ അപ്പാർട്ട്മെന്റ്സിലെ നരസിംഹത്തിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ വയോധികനെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. UDF ഗുരുവായൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തിരുവത്രയിൽ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. UDF ഗുരുവായൂർ മണ്ഡലം ചെയർമാൻ RV അബ്ദുൽ റഹീം അധ്യക്ഷനായി. വെട്ടം ആലിക്കോയ, ജോസ് വള്ളൂർ, CA ഗോപപ്രതാപൻ, KD വീരമണി തുടങ്ങിയവർ സംസാരിച്ചു. വാഴാനി രുദ്രമാല വിഷ്ണുമായ ക്ഷേത്രത്തിലെ തിറ വെള്ളാട്ട് മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, നവകം എന്നിവ നടന്നു. പൂജകൾക്ക് വിനീത് ശാന്തി കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് നടന്ന കളമെഴുത്തുപാട്ട്, തായമ്പക, വിഷ്ണുമായയ്ക്ക് രൂപക്കളം തുടങ്ങിയവ കാണാനും ഒട്ടേറെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും നടന്നു. തൃക്കൂർ കോനിക്കരയിലെ പറമ്പിലെ പുല്ലിന് തീപിടിച്ചു. സമീപത്തെ വീടുകളിലേക്കും റോഡിലേക്കും വ്യാപകമായി പുക ഉയർന്നു. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സ് 1 മണിക്കൂർ നീണ്ട പ്രയത്നത്തിലാണ് തീയണച്ചത്. അരുണാട്ടുകര നന്മ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ സംഭാര വിതരണം ആരംഭിച്ചു. ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർമാരായ പ്രിൻസി രാജു, ഫ്രാൻസിസ് ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി കാഞ്ഞാണി പൂവത്തൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. അമൃത കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടാൻ കുഴിയെടുക്കുന്നത് അശാസ്ത്രീയമെന്ന് ആക്ഷേപം. ജില്ലയിൽ ചൂട് കൂടുന്നു. ഈ മാസം 26 വരെ 3 ഡിഗ്രി താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. എരുമപ്പെട്ടി തയ്യൂർ റോഡിൽ കുന്നിടിച്ച് നടത്തിയ മണ്ണെടുപ്പ് അനധികൃതമെന്ന് പരാതി. റവന്യൂ ജിയോളജി വകുപ്പുകളുടെ അനുമതിയില്ലാതെ മണ്ണെടുത്തത് 5 ഏക്കറിലധികം സ്ഥലത്ത്. പറപ്പൂർ മേഖലയിലെ കൃഷിക്ക് ആവശ്യമായ ജലസേചനം നിയന്ത്രിക്കുന്ന തോളൂർച്ചിറ സ്ലൂയിസും പാലവും ശോച്യാവസ്ഥയിൽ. അടിയന്തര സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കർഷകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.